കുഞ്ഞിനു വായുണ്ടോ? ഉണ്ടെങ്കിൽ വാക്കേറിയ ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. വർണ്ണങ്ങൾ നാലുമേ മാനവധർമ്മം, ജാതിയൊന്നേ അത് മാനവജാതി. പറയി പെറ്റുണ്ടായ പന്തിരുകുലം പാടുന്നു ഓരമ്മതൻ മക്കൾ നാമെന്ന സത്യം. കാനന മരച്ചോട്ടിലൊരു ബ്രാഹ്മണൻ കിളിമൊഴിയാ വനദേവതമാർ മാം വിദ്ധി എന്നറിയാത്തൊരു ബ്രാഹ്മണന് വധുവായെത്തുമൊരു പറയിപ്പെണ്ണ്. വരരുചി വിധിയെ വെല്ലുവിളിക്കുന്നു. ഇളിച്ചൊല്ലു സത്യമായി തീരാതിരിക്കാൻ ചോരക്കുഞ്ഞിനെ പുഴയിലൊഴുക്കി. വിധിയുടെ വിളയാട്ടം പോലാ കുഞ്ഞു വളർന്നപ്പോൾ അവളെ താൻ വെട്ടു വരരുചി. വളർത്തി പല പല പോറ്റമ്മമാർ 12 കുലത്തിനും നാമ്പുകളായവർ പറയിപ്പെട്ട പന്തിരുകുലമായി മാറി.
കുഞ്ഞു കുലത്തിലെ പഞ്ചമി പെണ്ണിൻ്റെ 12 മക്കളിൽ അതിശ്രേഷ്ഠൻ. തച്ചു ശാസ്ത്രത്തിൽ 8 ദിക്കും പെരുമ കൊണ്ട കേമനായൊരു പെരും തച്ചൻ. അത്ഭുതം പലവിധം കാട്ടി പെരും തച്ചൻ. വച്ചൊരു പാവയെ തല്ലിയ മറ്റൊരു പാവയെ സൃഷ്ടിച്ച പുത്രനെ ശത്രുവായി കണ്ടതോ. ശത്രുവായി കണ്ടതോ, പുളി വീഴ്ത്തി കൊന്നതോ, അതോ പെരുന്തച്ഛന്റെ കൈപ്പിഴയോ. പാതിരാ നേരം ശ്മശാനത്തിൽ തീ കാഞ്ഞിരിക്കുമ്പോഴെത്തുന്നു ഭദ്രകാളി. ഭ്രാന്തനിൽ പ്രീതിയ എന്തു വരം വേണ്ടു എന്നു കാളി. ആയുസ്സൊരു ദിനം കൂട്ടിക്കിഴിക്കുവാനാവതില്ലെങ്കിൽ നീ എന്തു കാളി. വലം കാൽ മന്ത് ഇടം കാലിലാക്കി ദേവിയെ തൃപ്തിപ്പെടുത്തി ഭ്രാന്തൻ. ഒന്നാണു നമ്മൾ പറയിവെറ്റ മന്ദിരുകുലം. ജാതിയില്ലാതെ മതവുമില്ലാതെ ഒരു വയറ്റിൽ പിറന്ന മക്കൾ നാം. ഒന്നാണു നമ്മൾ. കുഞ്ഞിന് വായുണ്ടോ? ഉണ്ടെങ്കിൽ വാക്കേറിയ ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. ഇതു പറയി